ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇനി നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? അപ്പോൾ നമ്മൾ ഒരേ സബ്ജക്റ്റിനെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയിൽ നമ്മൾ ഒരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ മാത്സ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, മിക്ക കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് മാത്സ്. എങ്കിലും കുറച്ച് ടഫ് ഏരിയ ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം മടുപ്പ് വന്നേക്കാം അല്ലേ? അപ്പം ഇന്നത്തെ കുട്ടികൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതുന്നു. അതായത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാകാതെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകുന്നു. അത് മാത്സിനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഏത് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കാതെ നമുക്ക് ആൻസർ എഴുതാൻ കഴിയില്ല. മാത്സിൽ പ്രത്യേകിച്ച് ഒരു ഡിജിറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മൊത്തം ആൻസർ തെറ്റിപ്പോകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേർഡ് പ്രോബ്ലംസ് നന്നായി വായിക്കാതെ ആൻസർ ചെയ്യാൻ പോയാൽ നമുക്ക് ഒരിക്കലും റൈറ്റ് ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വലിയ ലെങ്തി പ്രോബ്ലം ആയിരിക്കും, പക്ഷേ ആൻസർ ഒന്നും ഉണ്ടാവില്ല, ഈസി ആയിരിക്കും. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ സെൻറ്റൻസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനൊന്നും ഒരുപാട് ടൈം എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ അത് സ്മോൾ സെൻറ്റൻസസ് ആക്കി ബ്രേക്ക് ചെയ്ത് ഓരോ സെൻറ്റൻസിനെയും മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ KVയുടെ ഒരു ബുക്കാണ് കേട്ടോ, ആക്ടിവിറ്റി ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് മാത്സിൻ്റെ ആക്ടിവിറ്റി ഷീറ്റാണ്, ക്ലാസ് 2 സെക്കൻഡ് ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആക്ടിവിറ്റി ഷീറ്റാണ്. അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്നതിലുപരി മറ്റ് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഈ ചില കുട്ടികൾ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും, അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേർഡ് പ്രോബ്ലംസ് 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആൻസർ എഴുതിക്കളയും. അതായത് അതിൻ്റെ വഴികളൊന്നും എഴുതൂല, എങ്ങനെയാണ് അവർ ആ ആൻസറിലേക്ക് എത്തിയതെന്ന് അവരൊരിക്കലും കാണിക്കൂല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് മനക്കണക്കാണ് വേണ്ടത്. നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതും. പക്ഷെ നമ്മൾ ഈ അക്കാഡമിക് ഇയേഴ്സൊക്കെ നമ്മൾ പാസ്സായി നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്ത് പാസ്സാവണമെങ്കിൽ നമുക്ക് എന്തായാലും 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് ഒക്കെ കിട്ടും. ആ മാർക്സിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മുടെ ആൻസർ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഫുൾ മാർക്സ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ വഴിക്കണക്കുകൾ അല്ലെങ്കിൽ ഈ വേർഡ് പ്രോബ്ലംസിൽ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയത് എഴുതി ഫലിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും, പക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ ലിസൺ ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്മൾ സിമ്പിൾ ടു ഹാർഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓർഡറിൽ ചെയ്യും. അതായത് ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ്. അതായത് എല്ലാ കുട്ടികൾക്കും അഡീഷൻ സബ്ട്രാക്ഷൻ പ്രോബ്ലംസ് വളരെ ഈസിയാണ്. മൾട്ടിപ്ലിക്കേഷൻ എത്തുമ്പം കുറച്ചൊന്ന് തുടങ്ങുന്നു, ടഫായി, പിന്നെ അവർക്കൊന്നും കിട്ടില്ല, നമ്മുടെ കോൺഫിഡൻസേ പോകുന്നു. അങ്ങനെയുള്ള കുഞ്ഞുകുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. മാത്സ് തുടക്കത്തിലൊരു ശ്രദ്ധ കൊടുത്തൊരു ബേസ് ക്ലിയർ ആണെങ്കിൽ, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഡിവിഷൻ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് തറവായി കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്? മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ 1 സെക്കൻഡ് ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ആണ് കേട്ടോ ചാപ്റ്റർ. അതിലെ വർക്കൗട്ടിങ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ആ വേർഡിൽ തന്നെയുണ്ട് അല്ലേ? ഇതിൽ നമ്മൾ ഏത് കാൽക്കുലേഷനാണ് ചെയ്യാൻ പോകുന്നത്? ഗ്രൂപ്പിംഗ്, ഷെയറിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ഡിവൈഡ് എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കണം. ഗ്രൂപ്പിംഗ് മീൻസ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കാം. അപ്പം നമുക്ക് ഓരോ പ്രോബ്ലംസ് ബേസ് നിന്ന് തുടങ്ങി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കോളും. അപ്പം നമുക്ക് ആദ്യത്തെ ഈ വർക്ക്ഷീറ്റിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം.
multiply by repeated addition and write the answer in the boxes. ഓക്കെ, നമ്മളിതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതാ 5 + 5 + 5 + 5 = ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാം ഇതിനെ, അല്ലേ? 5 + 5 10, 10 + 5 15, 15 + 5 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മളിതിനെ ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേംസിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് എത്ര പ്രാവശ്യം നമ്മൾ 5 ആഡ് ചെയ്യുന്നുണ്ട്? ഹൗ മെനി ടൈംസ് വി ആർ ആഡിങ് 5? 1 2 3 4. We are adding 4 times 5. So if you know the multiplication table of 5, then you can answer 4 times 5 = 20. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഉപകാരം, അല്ലേ? ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് ആൻസർ വരും. 4 times 5 = 20. 5 + 5 10, 10 + 5 15, 15 + 5 20. ഈ ഒരു ടൈമിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയെങ്കിൽ നമ്മളിത് എങ്ങനെ എഴുതും? 4 times, വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ്, 4 times 5 that equal to 4 into 5 equal to 20. This is the answer. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ എന്തൊക്കെ പറയാം? ഇപ്പം 9 + 9 + 9, 3 times 9 27. 9 + 9 + 9 + 9 + 9, 5 times 9, 5 times 9 45. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു വർക്ക്ഷീറ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വായിക്കാം. 2 + 2 + 2 + 2, 2ൻ്റെയാണ്, ഈസിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. 4 times 2 8. അതുപോലെ 3 + 3 + 3 + 3 + 3 + 3, 6 times 3 18. ഓക്കെ, അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്ര സ്റ്റാർസ് ഉണ്ട്? 6 സ്റ്റാർസ് ഉണ്ട്, അല്ലേ? ഇത് നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം? 1 2 3, 1 2 3. 2 times 3 = 6 എന്ന് എഴുതാലോ. ഇവിടെ 2 റോ ഉണ്ട്. എന്താണ് റോ? ഈ ഹൊറിസോണ്ടൽ ഇങ്ങനെ വരുന്നതാണ് എന്ത്? റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഓക്കെ, ഫസ്റ്റ് റോയിൽ എത്ര സ്റ്റാർ ഉണ്ട്? 3 സ്റ്റാർസ് ഉണ്ട്. സെക്കൻഡ് റോയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? 3 സ്റ്റാർസ് ഉണ്ട്. അപ്പം അങ്ങനെ ടോട്ടൽ കാണാം. 2 times 3 = 2 into 3 = 6. ഓക്കെ, ഇതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റാണ്, ബേസിക് കൺസെപ്റ്റാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ 2 റോ ഉണ്ട്, അല്ലേ? ഒന്നാമത്തെ റോയിൽ 3 സ്റ്റാർ ഉണ്ട്, രണ്ടാമത്തെ റോയിൽ 3 സ്റ്റാർ ഉണ്ട്. There are 3 stars in first row. Also there are 3 stars in second row. So 2 times 3, 2 times 3, 2 times 3 = 6. ഇങ്ങനെ എല്ലാതും നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാം? ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഇതേ കേസ് തന്നെ ഇപ്പം നമ്മൾ റോ എന്താണെന്ന് പഠിച്ചു. ഹൊറിസോണ്ടൽ ലൈനിനെയാണ് റോ എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ ലൈനാണ് എന്ത്? കോളം. 1 2 3. എത്ര കോളായി ഇവിടെ? എത്ര കോളുണ്ട്? 1 2 3. 3 കോളംസ് ഉണ്ട്, അല്ലേ? വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് കോളം, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് റോ. ഓക്കെ, അപ്പം എത്ര കോളുണ്ട് ഇവിടെ? 1 2 3. 3 കോളംസ് ഉണ്ട്, അല്ലേ? ഫസ്റ്റ് കോളത്തിൽ എത്ര സ്റ്റാർ ഉണ്ട് മക്കളെ? ഫസ്റ്റ് കോളത്തിൽ 2 സ്റ്റാർസ് ഉണ്ട്. സെക്കൻഡ് കോളത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? എഗെയിൻ 2 സ്റ്റാർസ്. തേർഡ് കോളത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? എഗെയിൻ 2 stars. That means how many times 2 getting added here? How many times 2? 2 plus 2, 4.
4 + 2 6. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 ടൈംസ് 2 = 6 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 3 × 2 അല്ലേ? 3 × 2 ആണെന്ത്? 6. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? 2 × 3 = 6. ഇവിടെ 3 × 2 = 6. ഇതാണ് ബേസിക് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. 3 × 2 = 2 × 3 = 6. എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ ഇത്? അതായത് 2 × 3 = 6, 3 × 2 = 6. ആദ്യം നമ്മൾ റോ വൈസ് എത്ര സ്റ്റാർ ഉണ്ടെന്ന് നോക്കി. അങ്ങനെ നമുക്ക് 2 റോ ആണുള്ളത്, ഒരു റോയിൽ 3 സ്റ്റാർ ഉണ്ട്. അപ്പോൾ 2 × 3 = 6. ബട്ട് നമ്മൾ സെക്കൻഡ് കേസിൽ 3 കോളമാണ് എടുത്തത്. 3 കോളം ഉണ്ട്. 1 കോളം there are 2 stars. In 1 column there are 2 stars. So there are totally 3 columns. So 3 × 2 = 6. Hope all of you got understood. So നമുക്ക് എന്താണ്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ന് ഒരേ ഒരു വേർഡ് പ്രോബ്ലം നമ്മൾ ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട, കോംപ്ലിക്കേറ്റഡ് ആവണ്ട. അപ്പം വേർഡ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ വേർഡ് പ്രോബ്ലംസ് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നിന്ന്? ഓക്കെ, ഓരോ 1 by 1 ആയിട്ട് ഒത്തിരി വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ബുക്കായിരിക്കാം ചിലപ്പം. അതായത് ആക്ടിവിറ്റി ബുക്കാണ്, ക്ലാസ് 2-ൻ്റെതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? I will read the question, then you will hear. Bharati brought 4 equally divided boxes of cupcakes for class 3. There are 36 cupcakes altogether. How many cupcakes were there in each box? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് റീഡിങ്, when we are reading for the first time, we will break each and every sentence to understand what is written in the question. Okay, what is written in this question here? Bharati brought 4 equally divided boxes of cupcakes for class 3. So 4 equally divided boxes of cupcakes. Okay, there were 36 cupcakes. Total cupcakes equal to 36. There are how many cupcakes are there in total? 36 cupcakes are there in total. Then what is the question? How many cupcakes were there in each box? How many in each box? ഓരോ ബോക്സിലും എത്ര കപ്പ് കേക്ക് ഉണ്ട്? 4 equally divided boxes of cupcakes are there. 4 equally divided boxes of cupcakes are there. Okay, total cupcakes equal to 36. Then how many cupcakes are there in each box? Very easy question. So 4 equally divided boxes of cupcakes, that means how many boxes are there? ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻസർ എഴുതരുത്. സോ ദ ബേസിക് കാൽക്കുലേഷൻ വി വാണ്ട് ടു ഡു ഹിയർ ഈസ് ഡിവിഷൻ. നമ്മളിവിടെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇതിൽ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 4 boxes are there. അപ്പോൾ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുക? ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മളെങ്ങനെ സൊല്യൂഷൻ എഴുതും? ആദ്യം നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് സൊല്യൂഷൻ SO എന്ന് ഒരു ഡോട്ട് ഇട്ട് സൊല്യൂഷൻ നമ്മൾ എഴുതുക. The number of
എന്തെഴുതും? The number of equally divided boxes. എത്ര ബോക്സ് ഉണ്ട്? 4 boxes are there. 4 boxes are there. Then total number of cupcakes, right? Total number of cupcakes equal to 36. Then the number of cupcakes in each box equal to, there are total 36 cakes, there are total 4 boxes to align these 36 number of cakes, right? So what will be the answer? Total number of cupcakes 36 divided by 4. Then we will get the number of cupcakes in each box. All of you understood? എല്ലാവർക്കും മനസ്സിലായോ? All of you know the table of 4. എല്ലാവർക്കും 4ന്റെ multiplication table അറിയാം. What is the multiplication table of 4? 4 ones are 4, 4 twos are 8, 4 threes are 12, 4 fours are 16, 4 fives are 20, 4 6 are 24, 4 sevens are 28, 4 eights are 32, 4 nines are 36. So that's why 36 divided by 4 equal to 9 is the answer. So how many cupcakes are there in each box? 9 cupcakes will be there in each box. That's why 4 times 9 equal to 36 total number of cupcakes we will get. Okay? So മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പിക്ചർ വരച്ച് കാണിച്ചു തരാം. ഈ സൊല്യൂഷൻ ഇവിടെ കിടക്കട്ടെ. ഇതാ. ഓക്കെ, സോ ദർ ആർ 9 cupcakes in each box. സോ ഇങ്ങനെ നമ്മൾ how we reach the solution, we want to write that also. നമുക്ക് 4 മാർക്സ് 5 മാർക്സിൻ്റെ ഒക്കെ വേർഡ് പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ആൻസറിലേക്ക് എത്തിയതെന്നും കൂടെ എഴുതണം. ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് ടോൾഡ്? സോ നമ്മൾ how we reached the solution, that also we want to show. Okay, then only we will get the complete marks for that question. ഇപ്പം ചെറിയ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 36 divided by 4 equal to 9 cupcakes, 9 എന്ന് മാത്രം എഴുതിയാൽ മതി. ബട്ട് 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതണം. ഓക്കെ, സോ ഇന്നത്തെ ഈ മാത്സ് ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. ഓക്കെ, സോ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. Then we will see in the next class. Okay, then bye, see you.